ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിരട്ട ചായയുമായിട്ടാണ്. ടിക്ടോക്കിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിരട്ട ചായ നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ് ഇട്ടത്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്തൂർ ചായയുടെയൊക്കെ പോലെ, അത് മൺകലത്തിലാണെങ്കിൽ ഇത് ചിരട്ടയിലാണ്. ആ ചിരട്ടയുടെയൊക്കെ ടേസ്റ്റ് വന്നിട്ട് അടിപൊളി ചായയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ പാല് വേണ്ടത് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ചിരട്ട എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചിരട്ടൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉൾഭാഗവും അതുപോലെ പുറമൊക്കെ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പുറം ഭാഗത്തുള്ള ചകിരിയുടെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. ഉൾഭാഗത്തും നന്നായിട്ട് വരച്ചിട്ട് അതൊക്കെ ക്ലീനാക്കി വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം ആക്കരുത് കേട്ടോ. ഈ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തീയൊന്ന് കത്തിക്കാം. ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ചിരട്ട ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു ചിരട്ടയുടെ 1/4 ഭാഗം മാത്രം വെള്ളം മതി. അപ്പോൾ തീ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൻ്റെ ലെവലിക്ക് മാത്രം തീ കത്തിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട മൊത്തത്തിൽ കത്തിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ആ ഒരു ലെവലിക്ക് തീ കത്തിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള വരാനാവുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചായപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടത് ചായപ്പൊടി തിളക്കുമ്പോഴാണ് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് അതിന് തൊട്ടടുത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ തൊട്ടടുത്തായിട്ടൊരു അത്യാവശ്യം വലിയൊരു പാൻ വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പണി പോവും. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ പാൽ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കാണിച്ച പോലെ ഒരു പാത്രം അതിൻ്റെ തൊട്ടടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടുക. പിന്നെ പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ആ പാൽ ഒഴിച്ച ആ ലെവലിക്ക് തീ കത്തിച്ച് കൊടുക്കുക. ഓവറായിട്ട് കത്തിച്ചെടുക്കരുത്. എന്നിട്ട് അത് തിളക്കുന്ന സമയത്ത് തന്നെ നമുക്കത് എടുത്തിട്ട് പാത്രത്തിൻ്റെ മേലെ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഒലിച്ചിട്ട് സ്റ്റൗവിലേക്ക് പോവും. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് അരിച്ചിട്ട് കുടിക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ചിരട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. തന്തൂർ ചായയുടെയൊക്കെ ആ ഒരു ലെവലിലേക്ക് വരുന്ന ഒരു ചായ തന്നെയാണിത്. എന്നിട്ട് നമുക്കിത് അരിച്ചിട്ട് കുടിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ചായ. ഞാൻ ചായയിൽ വെറൈറ്റി പരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ചായ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്